ഹൊറർ സിനിമകൾ നമ്മളെ പല രീതിയിൽ ഭയപ്പെടുത്താറുണ്ട്. ചില സിനിമകൾ വളരെ ക്രീപ്പി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഗോസ്റ്റിന്റെ പ്രസൻസ് കാണിച്ചായിരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ മറ്റു ചില സിനിമകൾ വളരെയധികം വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ഗോർ ആയിട്ടുള്ള ബ്രൂട്ടൽ സീനുകൾ കാണിച്ചിട്ടായിരിക്കും ഭയപ്പെടുത്തുന്നത്. എന്നാൽ ഇവയിലൊന്നും പെടാതെ ഗോസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാതെ വളരെയധികം ഗോർ ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരുപാട് സീനുകളൊന്നും ഇല്ലാതെ ബോഡി മൂവ്മെന്റ്സ് കൊണ്ടും വളരെ ക്രീപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊണ്ടും നമ്മളെ ഭയപ്പെടുത്താനായിട്ട് കഴിവുള്ള ഒരു കൂട്ടം സിനിമകളെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫിലിംസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ ഈ വർഷം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇതൊരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ പ്രധാന രംഗങ്ങളെ പറ്റിയിട്ടോ ആക്ടേഴ്സിന്റെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ സ്പോയിലർ റിവ്യൂ കാണാൻ വന്നിട്ടുള്ള ആളുകൾക്ക് ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തു പോകാം. ഈ ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒന്നാക്കുന്നത് ഈ ഒരു സിനിമയുടെ സൗണ്ട് ഡിസൈനിങ്ങും അതുപോലെ തന്നെ ക്രീപ്പി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും തന്നെയാണ്. വളരെയധികം സ്ലോലി ബിൽഡപ്പ് കൊടുത്തിട്ട് എന്തോ തെറ്റായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ പ്രേക്ഷകനെ ചോദ്യത്തിലാക്കുന്ന രീതിയിലുള്ള ഓരോ സീനുകളും തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. തെറ്റായിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചോദ്യം പ്രേക്ഷകന്റെ മനസ്സിൽ തുടക്കം മുതലേ തന്നെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ സീനുകളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഹൊറർ ഫിലിംസിനെ പോലെ ജമ്പ് സ്കെയർ യൂസ് ചെയ്തിട്ട് ഭയപ്പെടുത്തുന്ന ഒരു പാറ്റേൺ അല്ല ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് വളരെ സ്ലോ ആയിട്ടൊരു ബിൽഡപ്പ് നൽകിക്കൊണ്ട് ഓരോ ക്രീപ്പി ബോഡി മൂവ്മെന്റ്സ് കൊണ്ടും അറ്റ്മോസ്ഫിയറിക് സൗണ്ട് ഡിസൈൻസ് കൊണ്ടും അതുപോലെ തന്നെ വളരെ ക്രീപ്പി ആയിട്ടുള്ള കഥയുടെ ഒരു ഫ്ലോ കൊണ്ടും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഭയപ്പെടുത്താൻ കഴിവുള്ള ഒരു ഫിലിമാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെ സാധാരണ ഹൊറർ ഫിലിംസിന്റെ സെക്ഷനിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഫിലിം എന്നുള്ള രീതിയിലാണ് ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു ഫിലിമിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നിക്കി എന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്തിരിക്കുന്ന ആക്ട്രസ് ബ്രില്യൻറ്റ് പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ആളുടെ വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് കൊണ്ടും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ടും നമ്മളെ നല്ല രീതിയിൽ ഭയപ്പെടുത്താനായിട്ട് ഉള്ളൊരു കഴിവ് ആ ഒരു ആക്ട്രസിന് ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അത്രയും ബ്രില്യൻ്റ് ആയ രീതിയിലാണ് ആ ഒരു ആക്ട്രസ് ആ ഒരു ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 വയസ്സുകാരനായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഈ ഒരു ഫിലിം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ മറ്റൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള രംഗങ്ങൾ ഈ ഒരു സിനിമയിൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ല. ഓരോ സീനുകൾക്കും ഓരോ സംഭാഷണത്തിലും ഓരോ ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള സീനുകളാണ് ഈ ഒരു ഫിലിമിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സീനുകൾ കഴിയും തോറും നമ്മൾ സ്റ്റോറിയിലേക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫിലിമെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും ഒബ്സഷൻ എന്ന് പറയുന്ന ഈ ഒരു ഫിലിം നിങ്ങൾ കാണാൻ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൗണ്ട് സിസ്റ്റമുള്ള ഒരു തിയേറ്ററിലൊക്കെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈനിങ് ആണ് ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും ഒബ്സഷൻ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. Until then, bye.